ഇത് നമ്മളൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു റെസിപ്പി ഇടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഗ് പീസൊക്കെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ വരിഞ്ഞു കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 സ്പൂണോളം കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 സ്പൂൺ കസൂരി മെത്തി. ഇനി ഇതിലേക്ക് 1.5 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 3 സ്പൂണോളം ഇഞ്ചി ചതച്ചതും 3 സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് തലേ ദിവസമാണ് കേട്ടോ. തലേ ദിവസം മസാല തേച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം നല്ല കട്ടി തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മളിതിലൊരു സാധനം കൂടെ മറന്നിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതിലേക്ക് 1 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതാ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഈ മസാലയൊക്കെ ചിക്കനിലൊക്കെ നല്ലോണം പിടിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ഇതുപോലെ പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇത് നമുക്ക് അടച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മാറ്റുന്നത് കേട്ടോ. നല്ലോണം മസാല ഇതുപോലെ പിടിച്ചിരിക്കണം. ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത് രാത്രിയാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഞാനിങ്ങനെ തന്നെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല മണമാവും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പിറ്റേ ദിവസം ഇതാ നല്ലോണം മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും പുറത്തെടുത്ത് വയ്ക്കണേ. ഇനി ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി, 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. 1 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നല്ലോണം ഒന്ന് ഇതുപോലെ ആയി വരുമ്പോൾ നമുക്കിതിനെ ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ സവാളയാണ്, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. ഇനി ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ. പെട്ടെന്ന് തന്നെ ആയി വരികയും ചെയ്യും കേട്ടോ. അതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇതിനെ കോരി മാറ്റാം. ഇങ്ങനെയാണ് ഞാൻ എളുപ്പത്തിൽ പൊരിച്ച കോഴി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു രുചിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഇതുപോലെ മസാല തേച്ച് പിറ്റേ ദിവസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ശരിക്കും ഈ ചിക്കൻ ഇങ്ങനെ കഴിക്കാനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇതായി വരട്ടെ. ഇതിലേക്ക് ഇത് നമ്മൾ ബസ്മതി റൈസാണ് എടുക്കുന്നത് കേട്ടോ. 2 കപ്പ് നിറയെ എടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്താൻ വയ്ക്കാം കഴുകിയെടുത്തതിന് ശേഷം. ഇനി പച്ചമുളക് ഒരു 6 പച്ചമുളക്, 2 കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഒരലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചതച്ചെടുത്താലും മതി കേട്ടോ. അമ്മിയുടെ മേളിലൊക്കെ ഇട്ട് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് ആവാൻ വേണ്ടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചിക്കൻ ഒരു സൈഡ് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ മസാല ഒന്നും ഒട്ടും തന്നെ പോവാതെ തന്നെ ഇതിനെ മറിച്ചിട്ട് കൊടുക്കണം. നമുക്കൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവേ. ഇനി ഞാനിവിടെ ഒരു ചൂട് കട്ടിയുള്ള കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വലുതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 3 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ക്യൂമിൻ സീഡ്, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ബേ ലീഫ്, ചെറിയ കഷ്ണം ജാതിപത്രി. ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പെരിഞ്ജീരകം അല്ല കേട്ടോ, ചെറിയ ജീരകം, ക്യൂമിൻ സീഡാണ്. ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ അളവിലൊന്നുമല്ല കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കിതിലൊന്ന് ഒരു പകുതി മാത്രം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഒരു 1/4 ഭാഗം വേവിച്ചെടുക്കാറുണ്ട്. ഇതങ്ങനെയല്ല കേട്ടോ. 1 സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 കപ്പ് കഴുകി ഒന്ന് കുതിർത്ത് വന്നിട്ടുള്ള ബസ്മതി അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പല രീതിയിലും ബിരിയാണി റെസിപ്പി ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പാതി തുറന്ന പോലെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ കേട്ടോ. ഈ ഒരു രീതിയിലാണ്.
അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ രണ്ട് സൈഡും നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പൊരിച്ച ചിക്കൻ ബിരിയാണി ഞാൻ മിക്കവാറും ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചേർക്കാറുള്ള മസാലയാണ് കേട്ടോ ഇത്. നന്നായി ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചിക്കൻ കുറച്ചും കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് ആവുമ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 3/4 ഭാഗം വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാനിവിടെ 1/2 ഭാഗം മാത്രമാണ് വേവിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ വേഗാതെ കിടക്കുന്ന പോലെ ഫീലാവും. അത്രയേ വേണ്ടുള്ളൂ കേട്ടോ. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമുക്കിതിനെ വാർത്ത് വയ്ക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോനോളം തന്നെ സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മല്ലിയിലയും പുതിനയിലയും 2 പിടിയോളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് തക്കാളി എനിക്കിവിടെ വളരെ ചെറിയ തക്കാളി കിട്ടിയതുകൊണ്ട് തന്നെ ഞാനൊരു 5 തക്കാളി എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയാണ്. അപ്പോൾ ചിക്കനൊക്കെ വേവിച്ച് വെച്ച അതേ ഓയിലിലേക്ക് തന്നെ നമ്മളിത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ച ആ കൂട്ടിട്ട് കൊടുക്കുകയാണ്. ഇതേ എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു രീതി തന്നെ ഈ വെളുത്തുള്ളിക്കൊരു പ്രത്യേക മണമാണ്. ആ മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുന്നത്. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. മസാല ഇതിലിങ്ങനെ നന്നായിട്ട് കൂടി നിൽക്കണം കേട്ടോ. ഈ ബിരിയാണിക്ക് അതാണ് ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിലേക്ക് സവാള, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള മുഴുവനായിട്ടും ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ സവാളയിലൊന്നും ഈ ചിക്കനെ ഇട്ടിട്ടിങ്ങനെ ഇളക്കിയെടുക്കുന്നില്ല. ഇത് ദമ്മിടുമ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണേ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുള്ളത് നമ്മൾ ചിക്കൻ പൊരിച്ച ഈ ഒരു എണ്ണയിൽ ഇട്ടുകൊണ്ടാണ് കേട്ടോ. ഇനി 1/2 സ്പൂണോളം ക്രഷ് ചെയ്തിട്ടുള്ള മുളകാണ്, 1/2 സ്പൂണോളം പെപ്പർ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 സ്പൂണോളം ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ബിരിയാണി മസാല ഉണ്ടാക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഈ മസാലയെല്ലാം ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ ചേർത്തിട്ട് ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കി കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഇത് പൊടികളൊക്കെ വഴന്ന് വന്ന ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി തിന്നായിട്ടല്ല അരിഞ്ഞിട്ടുള്ളത്, കുറച്ചിങ്ങനെ ഒന്നിങ്ങനെ കയറി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കിയെടുക്കണം. തക്കാളി ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോകരുത് കേട്ടോ. ഈ തക്കാളിയുടെ ജ്യൂസിലാണ് ശരിക്കും നമ്മൾ ദമ്മിടുന്നത്. അപ്പോൾ തക്കാളി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ ഈ തക്കാളിയുടെ നീരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. നമ്മുടെ ഈ ഒരു മസാല ഒന്ന് ലൂസായി വരികയും ചെയ്യും. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ലൂസായിട്ടാണ് നമ്മൾ മസാല ഇരിക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞ് വെച്ചിട്ടുള്ളത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് മസാലയ്ക്ക് മാത്രമായിട്ട് ഞാനിവിടെ 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ മസാലയിൽ എല്ലായിടത്തും ഉപ്പും മുളകും എല്ലാം പിടിക്കത്തക്ക രീതിയിൽ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിവിടെ ബിരിയാണി ചെമ്പാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഇത്രയേ ഉള്ളൂ. ഇത് വെന്ത് വരുമ്പോഴാണ് കുറച്ചും കൂടെ ആയിട്ട് വരിക കേട്ടോ. ഇതിൻ്റെ ഒരു 1/2 ഭാഗത്തോളം നമുക്കിതുപോലെ ഇട്ട് കൊടുക്കണം, അടിയിലിട്ട് കൊടുക്കണം. അപ്പോൾ ചോറ് ബസ്മതി അരിയാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ബിരിയാണി വയ്ക്കുമ്പോൾ ബസ്മതി റൈസാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ പല രീതിയിൽ ഉണ്ടാക്കി നോക്കി. ഇനി ഇതിൻ്റെ മുകളിൽ
നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല, ഈ ചിക്കൻ്റെ മേലിലാണ് മസാല ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിൽ പരത്തി പരത്തി വെച്ച് കൊടുക്കണം മസാലയെല്ലാം മുഴുവനായിട്ടും. ഇനി ഇതിൻ്റെ മേളിൽ ചോറിട്ട് കൊടുക്കുകയാണ്. ചോറ് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കണം, മേളിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഒത്തിരി ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ അടിയിൽ ചോറിട്ടിട്ട് അതിൻ്റെ നടുഭാഗത്ത് മസാലയും ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേളിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രേ പണിയുള്ളൂ. ഇനി ഈ നമ്മുടെ ഈ ചിക്കൻ്റെ മസാലയിൽ കിടന്നിട്ട് വേണം ഇത് കുക്കാവാൻ. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സവാള വറുത്ത് വെച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അതിൻ്റെ മേലിലിട്ട് കൊടുക്കണം. ഇനി ഇഷ്ടമാണെങ്കിൽ നമുക്കിതിൽ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കളർ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ പെർമിറ്റഡ് ഫുഡ് കളർ കിട്ടും. ആ ഫുഡ് കളർ ഞാനിവിടെ 1-2 കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, യെല്ലോ കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ മഞ്ഞളും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി പച്ചമുളക് അരച്ച് വെച്ച് മിക്സി ഒന്ന് ചുഴറ്റിയെടുത്ത് ആ വെള്ളം കൂടെ ഒന്ന് ഇതിലൊന്ന് കുടഞ്ഞു കൊടുക്കണം. 2 സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ, ആദ്യം ഒന്ന് ചൂടാവുന്നവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 20 മിനിറ്റ് ഇതുപോലെ ഒന്ന് ആവി പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെന്ത് വരും. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 20 മിനിറ്റിൽ തന്നെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്, നല്ല മണമൊക്കെയാണ് കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ല ഭംഗിയാണ്, കാണാനും നല്ല ഭംഗിയാണ്. പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയാൽ നമുക്ക് തലേ ദിവസം തന്നെ ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ സവാളയൊക്കെ നല്ലോണം വറുത്ത് വെച്ച് ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അത് നമ്മളിതിൻ്റെ ഉള്ളിലുള്ള ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ മസാലയുടെ അടിയിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. പൊരിച്ച കോഴി ബിരിയാണി, നല്ല മസാലയോട് കൂടിയിട്ടുള്ള ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ മസാലയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അടിയിലുള്ള റൈസിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വലിയൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയാൽ മതി. അടിയിലും മേളിലൊക്കെ ആയിട്ട് റൈസും അതുപോലെ നല്ല പെരണ്ടിരിക്കുന്ന മസാലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ കൂടെ റൈത്ത് പിക്കിളുമാണ് കേട്ടോ കഴിക്കേണ്ടത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.